പ്രിയപ്പെട്ട ജോ ജോസഫ് അച്ഛൻ ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു കൗൺസിലറാണ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ പോയി യുവജനങ്ങൾക്കുള്ള ക്യാമ്പുകൾക്ക് അച്ഛൻ നേതൃത്വം നൽകാറുണ്ട്. ഇപ്പോൾ ഏകദേശം 30ഓളം ആളുകൾ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നു. നിങ്ങളെല്ലാവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ മുഖ്യ പ്രഭാഷണം നിർവഹിക്കാനായി ബഹുമാനപ്പെട്ട ജോ ജോസഫ് തിരുവള്ള അച്ഛനെ ക്ഷണിക്കുകയും ചെയ്യും. താങ്ക് യു. ഏറ്റവും പ്രിയപ്പെട്ട ഡാനിയൽ തോമസ് അച്ഛൻ, ചെങ്ങന്നൂർ തിട്ടമേൽ ട്രിനിറ്റി ഇടവകയിലെ യുവജന സഖ്യ അംഗങ്ങൾ, നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹവന്ദനം. നിങ്ങളോടൊപ്പം ഇങ്ങനെ ഒരു മീറ്റിംഗിൽ സംബന്ധിക്കുവാൻ എൻ്റെ സുഹൃത്ത് റോയ് അച്ഛൻ ക്ഷണിച്ചു. വളരെയധികം സന്തോഷം തോന്നുന്നു ഇങ്ങനെ നിങ്ങളോടൊപ്പം സമയം ചെലവഴിക്കാൻ. ഈ കാലഘട്ടം എന്ന് പറയുന്നത് മുഴുവനും തന്നെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വെർച്വൽ ആയി നടക്കുന്നത്. ആരാധനയാകട്ടെ, മീറ്റിംഗ് ആകട്ടെ, എല്ലാം വെർച്വലാ. അതിൻ്റെതായിട്ടുള്ള പരിമിതികൾ ഉണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും ദൈവം ഇങ്ങനൊരു ടെക്നോളജി തന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ മീറ്റ് ചെയ്ത് നമ്മുടെ കൂട്ടായ്മ കുറച്ചുകൂടെ അത് ഭംഗിയാക്കുവാൻ സഹായിച്ചല്ലോ. അതിനായിട്ട് ദൈവത്തിന് സ്തോത്രം കരയറ്റാം. അച്ഛൻ ഒരുക്കിയ ഈ നല്ല സമയത്തിനായി, കൂട്ടായ്മയ്ക്കായി ആദ്യമായിട്ട് ഞാൻ അച്ഛന് നന്ദി അർപ്പിക്കുകയാണ്. നിങ്ങൾ യൂട്യൂബ് ഒക്കെ ഇടയ്ക്ക് കാണുമെന്ന് വിചാരിക്കുന്നു. ഇടയ്ക്കല്ല, എപ്പോഴും കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. യൂട്യൂബിൽ നിങ്ങൾ ആർച്ചി വില്യംസ് എന്ന് പറഞ്ഞ ഒരു പേര് ഒന്ന് ടൈപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ആർച്ചി വില്യംസ് എന്ന ആളിന്റെ ജീവിതത്തെ കുറിച്ച് ഒരു നല്ല യൂട്യൂബ് വീഡിയോ ഉണ്ട്. അദ്ദേഹം അമേരിക്ക ഗോട്ട് ടാലന്റ് എന്ന് പറയുന്ന ഒരു പരിപാടിയിൽ അദ്ദേഹം പാട്ട് പാടാൻ കയറുകയാണ്. അപ്പോൾ കയറുന്ന സമയത്ത് ഈ ജഡ്ജസ് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, ആർച്ചിയോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നിങ്ങൾ പാടാൻ വരുന്നത്? ആ സമയത്താണ് ആർച്ചി വില്യംസ് പറയുന്നത്, കഴിഞ്ഞ 37 വർഷം ഞാൻ ഒരു ജയിലിലായിരുന്നു. 37 വർഷം എൻ്റെ ജീവിതത്തിന്റെ 3 ദശകം 3 decades ഞാൻ ജയിലിലായിരുന്നു. എല്ലാവരും അങ്ങ് സ്റ്റണ്ട് ആകുന്നുണ്ട്. എന്നാൽ ആ മനുഷ്യൻ പറയുന്നുണ്ട്, ഞാൻ ജയിലിൽ പോയത് ഞാൻ ഒരു കുറ്റവും ചെയ്യാത്തതിന് വേണ്ടി, അല്ലെങ്കിൽ കുറ്റം ചെയ്യാത്തത് എൻ്റെ മേളിൽ ഞാൻ ചെയ്യാത്ത ഒരു കുറ്റം ആരോപിക്കപ്പെട്ടത് കൊണ്ട് ഞാൻ ജയിലിൽ പോയി. ഞാനല്ലായിരുന്നു കുറ്റവാളി. അദ്ദേഹം ഇന്നസെന്റ് ആണ് എന്ന് സ്ഥാപിക്കുവാൻ 37 വർഷം എടുത്തു. 37 വർഷം അദ്ദേഹം കുറ്റം ചെയ്യാത്ത ഒരു കുറ്റത്തിന് വേണ്ടി അദ്ദേഹത്തെ ശിക്ഷിച്ച് ജയിലിലാക്കി. അതിലെ ഒരു ജഡ്ജ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ 37 വർഷം ചെയ്യാത്ത ഒരു കുറ്റത്തിന് ജയിൽവാസം അനുഭവിച്ചപ്പോൾ നിങ്ങളുടെ മനസ്സിൽ കൂടെ കടന്നുപോയത് എന്താണ്? അപ്പോൾ ഈ ആർച്ചി വില്യംസ് പറയുന്നുണ്ട്, ഞാനൊരു ദൈവവിശ്വാസിയാണ്. ഞാൻ ജയിലിൽ ഇരിക്കുന്ന സമയത്ത്, ഏറ്റവും കഠിനമായ ജയിലിൽ ഇരിക്കുന്ന സമയത്ത് പോലും എൻ്റെ മനസ്സിൽ ഞാൻ എന്നോട് പറയും, ഈ സ്ഥലം അല്ല ഞാൻ ഇരിക്കേണ്ടത്, എൻ്റെ സ്ഥലം ഇതല്ല, ഐ എം നോട്ട് മെയ്ഡ് ഫോർ ദിസ്, ഇതിനേക്കാൾ എന്തോ വലിയ കാര്യത്തിന് വേണ്ടിയാണ്. ആ വലിയ മനസ്സിൽ ചില വിശ്വാസ സംഹിതകൾ സൂക്ഷിക്കുകയും കിട്ടുന്ന സമയം എനിക്ക് ദൈവം തന്നിരിക്കുന്ന താലന്തായ പാട്ട് ഞാൻ പാടുമായിരുന്നു. അങ്ങനെ പാടി സമയം ചെലവഴിച്ചു. പക്ഷെ ആ സമയം ചെലവഴിക്കുന്നതെന്ന് പറഞ്ഞാൽ 37 വർഷമാണ് ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ ജീവിതം ജയിലിൽ ചെലവഴിക്കുന്നത്. അദ്ദേഹം നല്ലൊരു പാട്ട് അദ്ദേഹം പാടുന്നുണ്ട്, പാടി എല്ലാവരുടെയും കയ്യടി നേടുന്നുണ്ട്. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണണം. ആർച്ചി വില്യംസ് എന്ന ആള്. ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു ചിന്തയാണ്. നമ്മളിപ്പോൾ സ്വാഗതം പറഞ്ഞ റിജോ പറഞ്ഞ പോലെ തന്നെ, ആദ്യം പ്രാർത്ഥിച്ച വ്യക്തി പ്രാർത്ഥിച്ചതുപോലെ, നിങ്ങളുടെ വികാരിയച്ഛൻ ആമുഖമായിട്ട് പറഞ്ഞതുപോലെ, എന്താണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് നമുക്ക് ആർക്കും ഒരു നിയന്ത്രണമോ
എന്താണ് നടക്കുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് ആർക്കും ഭാവിയെ കുറിച്ച് ഒന്നും പ്രവചിക്കാൻ പറ്റത്തില്ല. ഒരിക്കൽ പോലും ചിന്തിക്കാത്ത രീതിയിൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ പ്രതികരിക്കുന്നത് എങ്ങനെയാ? ഞാനിപ്പോൾ ഈ ആർച്ചി വില്യംസിനെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹം ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത ഒരു ആരോപണം അദ്ദേഹത്തിന്റെ മേളിൽ വെച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണ രീതി ഞാൻ പറഞ്ഞു. അതുപോലെ അല്ലെങ്കിൽ പോലും ഇന്ന് നമ്മൾ ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത ഒരു അനുഭവമാണ് ഇന്ന് നമ്മളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല, ലോകം മുഴുവനും ആ ഒരു അനുഭവം വന്നിട്ടുണ്ട്. അത് അങ്ങനെയുള്ള ഒരു അനുഭവം വരുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, റൈറ്റ്, എങ്ങനെയാണ് അതിനോട് നമ്മൾ പ്രതികരിക്കുന്നത്? ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ അതിന്റെ ഒരു അവസാനത്തെ വാക്ക് അച്ഛൻ ഉപയോഗിച്ചു. ചിലരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മൈക്ക് എല്ലാം മ്യൂട്ട് ചെയ്യാമോ? ചിലരുടെ വീട്ടിൽ നിന്ന് പട്ടിയുടെ കൊര കേൾക്കുന്നു. റൈറ്റ്. ചിലര് ഈ ഒരു സംഘർഷങ്ങൾ, ഇങ്ങനെയുള്ള ക്രൈസിസ് വരുമ്പോൾ അവർ നേടുന്നത്, ഇംഗ്ലീഷിൽ വാക്കുണ്ട്, സിനിക്കലായിട്ടാണ്, അല്ലെങ്കിൽ ഒരു അപകർഷ ബോധം. എല്ലാം ഒരു നന്മയുമില്ല, എല്ലാം ഒരു കുറ്റപ്പെടുത്തി, എന്തോ കഷ്ടമാ, ഒരു സിനിക്കലായിട്ടുള്ള ആറ്റിറ്റ്യൂഡിൽ പോകുന്നവരുണ്ട് ഒരു കൂട്ടത്തിൽ. രണ്ട്, ഈ ക്രൈസിസ് വരുമ്പോൾ ചിലര് വളരെ നിസ്സംഗതയോടെ ഇതിനെ ഫേസ് ചെയ്യും. നിസ്സംഗതയോടെ, ആപ്പത്തി, എനിക്കൊന്നും ചെയ്യാനില്ല, ഇങ്ങനെ കൈയും കെട്ടി വളരെ നിസ്സംഗതയോടെ ചെലവഴിക്കുന്ന ആളുകൾ. മൂന്നാമത്തെ ടൈപ്പിലെ ആളുകൾ എന്ന് പറഞ്ഞാൽ, ഇങ്ങനെയുള്ള ക്രൈസിസ് വരുമ്പോൾ ഈ വേദന ഇങ്ങനെ മനസ്സിൽ ഒതുക്കിപ്പിടിച്ച് വേദനിച്ച് ജീവിതത്തിൽ അങ്ങ് നിരാശരായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ. എന്നാൽ വേറെ ചില ആളുകൾ, അവർക്ക് അപകർഷ ബോധമില്ല, നിസ്സംഗതയല്ല, ഒരു നിരാശയല്ല, എന്നാൽ പ്രത്യാശയോടെ അവര് ജീവിതത്തെ നേരിടാൻ സാധിക്കും. അപ്പോൾ ആ പ്രത്യാശയോടെ നേരിടുന്ന ഒരാളിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ പോയി കാണണം ആ വീഡിയോ, ആർച്ചി വില്യംസ്. അപ്പോൾ ഞാൻ ഇന്ന് ടൈറ്റിൽ കൊടുത്തത് തന്നെ അതാണ്. അപ്പോൾ ഒരു പ്രതിസന്ധികൾ വരുമ്പോൾ ഒരു പ്രത്യാശയോടെ എങ്ങനെ നമുക്ക് നേരിടാൻ സാധിക്കും? അത് ഞാൻ മനസ്സിലാക്കുന്ന, ഒരു സംഘർഷം വരുമ്പോൾ നമുക്ക് രണ്ട് റിസോഴ്സസ് ഉണ്ട്. ഒന്ന് ഇന്റേണൽ, നമുക്കുള്ളിലുള്ള റിസോഴ്സസ്. രണ്ട്, എക്സ്റ്റേണൽ, ബാഹ്യമായിട്ടുള്ള റിസോഴ്സസ്. സോ വി ഹാവ് ടു റിസോഴ്സസ്, ഇന്റേണൽ റിസോഴ്സസ് ആൻഡ് എക്സ്റ്റേണൽ റിസോഴ്സസ്, റൈറ്റ്? അപ്പോൾ എന്താണ് ഇന്റേണൽ റിസോഴ്സസ്, എന്താണ് എക്സ്റ്റേണൽ റിസോഴ്സസ്? ഇന്റേണൽ റിസോഴ്സസ് എന്ന് പറയുന്നത് എൻ്റെ ഫെയ്ത്ത് അണ്ടർസ്റ്റാൻഡിങ് ആണ്. എൻ്റെ ഫെയ്ത്തിന്റെ അണ്ടർസ്റ്റാൻഡിങ് പറഞ്ഞാൽ, ജീവിതത്തിലോ എവിടെയെങ്കിലും എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ആ ജീവിതത്തെ ഞാൻ വ്യാഖ്യാനിക്കാൻ ഉള്ള കഴിവുണ്ട്. ആ വ്യാഖ്യാനത്തിന്റെ വെളിച്ചത്തിലാണ് എൻ്റെ ജീവിതത്തിന് ഞാൻ അർത്ഥം കണ്ടെത്തുന്നത്. ഒരു വിശ്വാസി വ്യാഖ്യാനിക്കുന്നത് എന്ന് പറയുന്നത് തൻ്റെ വിശ്വാസത്തിന്റെ ചില സംഹിതകളെ കുറിച്ചാണ്. അപ്പോൾ ഇന്റേണൽ ഒരു ക്രൈസിസ് ഉണ്ടായാൽ എൻ്റെ ഇന്റേണൽ റിസോഴ്സസ് മുഴുവനും ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ വിശ്വാസത്തിന്റെ വ്യാഖ്യാനത്തിൽ കൂടിയാണ്. ഈ വിശ്വാസത്തിന്റെ വ്യാഖ്യാനം ശരിയായില്ലെങ്കിൽ ഇത് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ, പ്രത്യാശ ലഭിക്കേണ്ട പകരം യഥാർത്ഥത്തിൽ അതൊരു നിരാശയുടെ അനുഭവത്തിലേക്കാണ് നടക്കുന്നത്. അത് നിങ്ങൾ ഓർക്കുന്നത് വളരെ നല്ലതായിരിക്കുന്ന വിശ്വാസം. നിങ്ങളുടെ ഭദ്രാസനത്തിലുള്ള കഴിഞ്ഞ ആഴ്ച നമ്മുടെ ബിജോയ് വർഗീസ് ആണെന്ന് തോന്നുന്നു, അച്ഛൻ പ്രസംഗിച്ചപ്പോൾ അച്ഛന്റെ ഒരു അനുഭവം കേൾക്കുകയുണ്ടായി. കാരണം അനുഭവം പറഞ്ഞപ്പോൾ ആ വ്യക്തി എനിക്ക് വളരെ സുപരിചിതമായ ഒരു വ്യക്തിയാണ്. എന്നാൽ ആ വ്യക്തിയെ പറയുന്ന മുമ്പേ സ്വാഗതം പറഞ്ഞ ഒരാള് എന്നോട് സ്വാഗതം ചെയ്തപ്പോൾ പറഞ്ഞു, ഞാൻ പണ്ട് കുണ്ട്ര ശാലേമിൽ വികാരിയായിരുന്ന സമയത്ത് ഒരു സ്ത്രീക്ക്
രണ്ട് മരുമക്കളാണ്. ഒരു മരുമകൾക്ക് ക്യാൻസർ ബാധിച്ചു. ചില മാസങ്ങൾക്ക് ശേഷം മറ്റേ മരുമകൾക്കും ക്യാൻസർ ബാധിച്ചു. അപ്പോൾ ഓർക്കണം, ഒരു വീട്ടിൽ തന്നെ രണ്ട് ചെറുപ്പക്കാര് ആയിരിക്കുന്ന സ്ത്രീകൾക്ക്, ജസ്റ്റ് മാരീഡ് ആയ ഭാര്യമാർക്ക് ക്യാൻസർ ബാധിച്ചു. എന്നാൽ ഒരു സ്ത്രീക്ക് ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് എടുത്ത് പൂർണ്ണ സൗഖ്യം ലഭിച്ചു. എന്നാൽ മറ്റേ ഭാര്യയ്ക്ക് ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് എടുക്കുന്ന സമയത്ത് പോലും സൗഖ്യം ലഭിച്ചില്ലെങ്കിൽ പോലും ആ സ്ത്രീക്ക് അതിനെ ഓവർകം ചെയ്യാൻ സാധിച്ചു. പക്ഷെ ആ സ്ത്രീ എന്നോട് ഒരു പ്രാവശ്യം വളരെ വേദനയോട് പറഞ്ഞു, തൻ്റെ ഭവനത്തിൽ താമസിക്കുന്ന തൻ്റെ സഹോദരി അല്ലെങ്കിൽ തൻ്റെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠന്റെ ഭാര്യ ഒരു ദിവസം എന്നോട് പറഞ്ഞു, എനിക്ക് ദൈവം സൗഖ്യം തന്നു, എന്നാൽ നിനക്ക് ദൈവം സൗഖ്യം തരാഞ്ഞതിന്റെ ഒരു കാരണം നിന്റെ ജീവിതത്തിൽ നീ ചില പാപങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്ത്രീക്ക് ഭയങ്കര മനോവിഷമം തോന്നി. അപ്പോൾ അവരുടെ മനസ്സിൽ തോന്നിയടാ, ഞാൻ എന്തോ പാപം ചെയ്തപ്പോൾ ദൈവം ഇങ്ങനെയാണോ ശിക്ഷിക്കുന്നത്? നമ്മളെല്ലാരും പാപിയാ, അപ്പോൾ ഞാനാണോ വലിയ പാപി? അത് വെച്ച് ആ സ്ത്രീ എന്നോട് വന്ന് ചോദിച്ചു, അച്ഛാ, എനിക്ക് ഈ രോഗം വന്നത് അല്ലെങ്കിൽ രോഗം സൗഖ്യമാകാതിരുന്നത് എൻ്റെ പാപം മൂലമാണോ? അപ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് ഈ കൺക്ലൂഷനിൽ വന്നത്? നിങ്ങൾ എങ്ങനെ ഈ കൺക്ലൂഷനിൽ വന്നത്? അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, എൻ്റെ സഹോദരി അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിന്റെ ബ്രദറിന്റെ ഭാര്യയാണ്, ഞങ്ങൾ ഒരു വീട്ടിലാണ് താമസിച്ചത്, രണ്ടും ഒരേ അനുഭവത്തിൽ കൂടെ. അവർക്ക് സൗഖ്യത്തിൽ നിന്ന് വിടുതൽ ലഭിച്ചപ്പോൾ എന്നോട് പറയുകയുണ്ടായി, നിന്റെ ജീവിതത്തിൽ ചില പാപങ്ങളുണ്ട്, അതുകൊണ്ടാണ് സൗഖ്യം വരാത്തത്. ഇതൊരു തെറ്റായ വ്യാഖ്യാനമാണ്. ഒരു വിശ്വാസത്തിന്റെ പ്രഖ്യാപനം, വിശ്വാസത്തിന്റെ സംഹിതകൾ തെറ്റായ വ്യാഖ്യാനമാണ്. അവിടെ സംഘർഷം വരുമ്പോൾ പ്രത്യാശയേക്കാൾ കൂടുതൽ നിരാശ വരും. എന്നാൽ അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഓദറ എബനേസർ പള്ളിയിൽ IM-ന്റെ ജനറൽ സെക്രട്ടറി പണ്ടത്തെ PS തോമസ് അങ്കിള് നമ്മുടെ ഓദറ എബനേസർ ഇടവകയിലുണ്ട്. അതാണ് ബിജോയ് അച്ഛൻ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത്. ഈ PS തോമസ് അങ്കിള് എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ്. നല്ലതായി കൺവെൻഷൻ പ്രസംഗിക്കുന്ന, നല്ല വേദപഠന ക്ലാസ്സുകൾ നയിക്കുന്ന ഒരു മാന്യ അദ്ദേഹം, വളരെ പ്രായമായി. അപ്പോൾ അദ്ദേഹവും ഒരു ക്യാൻസർ പേഷ്യന്റ് ആണ്. അദ്ദേഹം ക്യാൻസർ പേഷ്യന്റായി രോഗം അകപ്പെട്ടപ്പോൾ ഈ ബിജോയച്ചൻ വികാരിയായിരിക്കുന്ന സമയത്ത് ബിജോയച്ചന്റെ സാക്ഷ്യം ഞാൻ കേട്ടു. അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ ഈ PS തോമസ് അങ്കിൾ നിരാശപ്പെടാതെ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഇതിൽ കൂടെ ദൈവത്തിന് എന്തോ ഉദ്ദേശം ഉണ്ട്. ആ ഉദ്ദേശം എന്താണെന്ന് രോഗത്തിൽ കൂടെ ഞാൻ അത് മനസ്സിലാക്കേണ്ടി വരും. അപ്പോൾ ചിലരുടെ ജീവിതത്തിൽ ദൈവിക ഉദ്ദേശം ചില രീതിയിലാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ദൈവിക ഉദ്ദേശം ഈ രോഗത്തിൽ കൂടെയാണ്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ വേദപുസ്തക അടിസ്ഥാനത്തിലാണ് PS തോമസ് അങ്കിള് സംസാരിച്ചത്. ഞാൻ പറയാൻ വന്നത്, നമ്മളുടെ ജീവിതത്തിൽ സംഘർഷം വരുമ്പോൾ ശരിയായിട്ടുള്ള രീതിയിൽ വിശ്വാസ വ്യാഖ്യാനം, അപ്പോൾ ഇന്റേണൽ ആയിട്ടുള്ള നമ്മുടെ ഒരു വലിയ ബലമാണ് നമ്മുടെ വിശ്വാസ സംഹിതകൾ, ഫെയ്ത്ത് പ്രിൻസിപ്പിൾസ്. ആ ഫെയ്ത്ത് പ്രിൻസിപ്പിൾസിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഓരോ അനുഭവത്തെ ആ ഫെയ്ത്ത് പ്രിൻസിപ്പിൾസിന്റെ വെളിച്ചത്തിൽ വ്യാഖ്യാനിക്കുമ്പോൾ എന്തെല്ലാം സംഘർഷങ്ങൾ വന്നാലും നമുക്ക് ജീവിതത്തെ നേരിടുവാൻ സാധിക്കും, പ്രത്യാശയോടെ നമുക്ക് മുൻപോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ അത് ഇന്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതാണ്. രണ്ട് എക്സ്റ്റേണൽ. എന്നാൽ ഇന്റേണൽ ഞാൻ 3 കാര്യങ്ങൾ നിങ്ങളോടൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. സംഘർഷങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ ആന്തരികമായിട്ട് എൻ്റെ വിശ്വാസത്തെ ഞാൻ എങ്ങനെ മുറുകെ പിടിക്കാം, എൻ്റെ വിശ്വാസ ജീവിതത്തെ എങ്ങനെ ഈ യാഥാർത്ഥ്യങ്ങളെ വേദപുസ്തക അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിച്ച് എൻ്റെ ജീവിതത്തിൽ എനിക്ക് എങ്ങനെ പ്രത്യാശ കണ്ടെത്താം. ഒന്ന്, ചരിത്രത്തിൽ എന്ത് സംഭവിച്ചാൽ പോലും ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. ഇതാണ് യഥാർത്ഥത്തിൽ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ ചരിത്രത്തിൽ, ഈ കാലഘട്ടത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും വേദപുസ്തകം പഠിപ്പിക്കുന്നത് ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. അത് പഴയ നിയമമാകട്ടെ പുതിയ നിയമമാകട്ടെ എല്ലാത്തിലും അഫേം ചെയ്യുന്ന ഒരു വാക്കാണ് ഗോഡ് ഇസ് ഇൻ കൺട്രോൾ. എന്നാൽ ദൈവം കൺട്രോളിലാണെങ്കിൽ പോലും ചിലതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും.
എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമ്മൾ ഓരോ അനുഭവങ്ങളുടെ പുറകിൽ നമ്മൾ ചില ചോദ്യങ്ങൾ ചോദിക്കും. വൈ ഡിഡ് ദിസ് ഹാപ്പൻ? ഇപ്പൊ തന്നെ നിങ്ങൾക്കറിയാം, ഈ കോവിഡ് വന്നപ്പോൾ ട്രോളിന്റെ ഒരു കാലഘട്ടമായിരുന്നു, ട്രോളിന്റെ ഒരു പ്രവാഹമായിരുന്നു. വിശുദ്ധന്മാരെല്ലാം ഒളിച്ചുപോയി, റൈറ്റ്? എല്ലാ വലിയ വിശുദ്ധന്മാരെല്ലാം പറഞ്ഞ പോലെ ഒളിച്ചിരിക്കുകയാണ്. പള്ളിയിൽ പോയ കൊണ്ട് അർത്ഥമുണ്ടോ? ആരാധന കൊണ്ട് അർത്ഥമുണ്ടോ? വിശ്വാസ ജീവിതം കൊണ്ട് അർത്ഥമുണ്ടോ? ഇതെല്ലാം ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് നമ്മളും ചിന്തിക്കും, ശരിയാ, ഈ വിശ്വാസം കൊണ്ട് വല്ലതും ഗുണമുണ്ടോ? കാരണം എത്ര വിശ്വസിച്ചാലും എത്ര പള്ളിയിൽ പോയാലും ഇതൊക്കെയാണല്ലോ സംഭവിക്കുന്നത്. കോവിഡ് പോലെ മാരക രോഗങ്ങൾ വരുന്നല്ലോ, അപ്പൊ പിന്നെ അർത്ഥമുണ്ടോ? എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, കോവിഡ് അല്ല ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകളെ മരണത്തിലേക്ക് നയിക്കപ്പെടുന്ന ഒരു രോഗം. കോവിഡിനേക്കാൾ 2 ഇരട്ടി ആളുകൾ ഇന്ന് ലോകത്തിൽ ക്യാൻസർ മൂലം മരിക്കുന്നുണ്ട്. എന്നാൽ ആ ക്യാൻസറിന്റെ രോഗം വന്നപ്പോൾ ആരും അതിനെക്കുറിച്ച് വലിയതായിട്ട് ചോദിച്ചില്ല. അപ്പൊ ഞാൻ പറയാൻ വന്ന ഏതാണ് വലിയ രോഗം എന്നതിനെ കുറിച്ചല്ല. എന്നാൽ ലൈഫ് ചില ചാലഞ്ചസ്, ജീവിതം ചില പ്രതിസന്ധികൾ നമ്മുടെ മേളിലേക്ക് ഇടുമ്പോൾ നമ്മൾ അതിനോട് ഇന്റേണൽ ആയിട്ടുള്ള ഒരു വിശ്വാസ സംഹിതങ്ങളെ ആശ്രയിച്ച് നമ്മൾ അതിനോട് പ്രതികരിക്കുമ്പോൾ ഇതിന് ചില ഉത്തരങ്ങൾ കിട്ടിയില്ലെങ്കിൽ പോലും ഇതിനോട് ക്രിയാത്മകമായിട്ട് നമുക്ക് പ്രതികരിക്കാൻ സാധിക്കും. അപ്പോൾ ഒന്നാമതായിട്ട് പ്രതികരണ ശേഷി, പ്രത്യാശയോടെ നമുക്ക് ജീവിക്കണമെങ്കിൽ നാം മനസ്സിലാക്കണം, ഈ ലോകത്തിൽ എന്ത് സംഭവിച്ചാലും ആത്യന്തികമായിട്ട് ദൈവമാണ് ഈ നമ്മുടെ ജീവിതത്തെയും ചരിത്രത്തെയും ഹ്യൂമൻ ഹിസ്റ്ററിയെയും കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് ആ ദൈവത്തിന്റെ പവറിൽ, ആ ദൈവത്തിന്റെ അധികാരത്തിൽ വിധേയപ്പെട്ട് മുന്നോട്ട് പോകുവാൻ കർത്താവെ എന്നെ പഠിപ്പിക്കണം. ഏതൊരു അനുഭവം വന്നാലും അത് പഠിപ്പിച്ചെത്തിയും. അതാണ് ഒന്നാമത്തെ ഒരു വിശ്വാസ സംഹിത ഇന്റേണലായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. 2, ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, ലൈഫ് ഈസ് എ പ്രോസസ് ഫുൾ ഓഫ് മിക്സ്ഡ് എക്സ്പീരിയൻസ്. ജീവിതം ഒരു പ്രോസസ്സാണ്. ഈ പ്രോസസ്സിൽ പല അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഓരോ അനുഭവങ്ങളിൽ കൂടെ ജീവിതത്തിൽ കർത്താവ് നമ്മെ ചില പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ലൈഫ് ഈസ് എ പ്രോസസ്. അതിനൊരു നല്ല ഉദാഹരണമാണ് സംഘർഷം അനുഭവിച്ച യോസഫ് എന്ന പഴയ നിയമത്തിലെ ക്യാരക്ടർ. സ്വന്തം സഹോദരങ്ങൾ അദ്ദേഹത്തെ ആ സഹോദരനെ ചതിക്കുന്നു. ആദ്യം കൊല്ലാൻ തീരുമാനിക്കുന്നു, പിന്നെ കൊല്ലുന്നില്ല, പൊട്ടക്കിണറിൽ ഇടുന്നു. പിന്നെ പൊട്ടക്കിണറിൽ ഇട്ട സമയത്ത് അവർക്ക് പുതിയൊരു ബുദ്ധി വരുന്നു, ഇവർക്ക് ഒരു ഈജിപ്തിലേക്ക് പോകുന്ന ട്രേഡേഴ്സിന് വിൽക്കാമെന്ന് പറഞ്ഞ് അവരുടെ കയ്യിൽ കൊടുക്കുന്നു. പിന്നെ ആ ജോസഫിന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവങ്ങൾ നോക്കിക്കേ. പിന്നെ അദ്ദേഹം ഒരു നല്ല സ്ഥാനത്തെത്തുന്നു. പക്ഷെ നല്ല സ്ഥാനത്തെത്തുന്ന സമയത്ത് വീണ്ടും ചതിക്കപ്പെടുന്നതിൽ കൂടെ ജയിലിലാകുന്നു. ജയിലിലായ സമയത്ത് അദ്ദേഹം അവിടെ ചില ആളുകളുമായിട്ട് അഭിമുഖം നടക്കുന്നു. അങ്ങനെ വരുമ്പോൾ രാജാവിന്റെ സ്വപ്നങ്ങളെ ഡ്രീം അല്ലെങ്കിൽ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുവാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു. അതിന് സാധിച്ച ശേഷം ഈ ജോസഫിനെ പിന്നെ രാജ്യത്തിന്റെ ഏറ്റവും ഉയർന്ന സ്ഥാനത്തേക്ക് രാജാവാക്കുന്നു. അതാക്കുക മാത്രമല്ല, ആ ദേശത്തിന്റെ സംരക്ഷകൻ പോലും ആകുന്ന ഒരു ജോസഫ്. അപ്പോൾ ജോസഫിന്റെ ഒരു ജീവചരിത്രം നോക്കിയാൽ അവൻ എന്തെല്ലാം കടന്നുപോയി. വീട്ടിൽ നല്ലൊരു അനുഭവം കിട്ടി, പിതാവിന്റെ ഇളയ മകൻ വാത്സല്യം കിട്ടി. പക്ഷെ ജീവിതത്തിൽ വളരെയധികം വേദനയേറിയ പോയി. എന്നിട്ട് അവസാനം നിങ്ങളത് ആ വേദഭാഗം ഒന്ന് വായിക്കുന്നതാണ്. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം 22 ഈ അവസാനത്തെ ഭാഗങ്ങളിലാണ് എഴുതുന്നത്. ഈ ജോസഫിന്റെ പിതാവ് യാക്കോബ് മരിക്കുന്നു. മരിച്ച ശേഷം ഈ സഹോദരങ്ങൾക്കെല്ലാം വലിയ പേടി. ഇനിയും ജോസഫ് നല്ല ഉയർന്ന ഒരു പദവിയിൽ ഇരിക്കുമ്പോൾ ഞങ്ങളെ ഇനിയും ശിക്ഷിക്കുമോ? കാരണം ഞങ്ങൾ ഒരു കാലഘട്ടത്തിൽ ഞങ്ങളുടെ സഹോദരന് ഞങ്ങൾ ക്രൂരത കാണിച്ചിട്ടുണ്ട്. ആ സമയത്ത് ജോസഫ് തന്റെ വിശ്വാസമാണ് പ്രഖ്യാപിക്കുന്നത്. ജോസഫ് വിശ്വാസം പ്രഖ്യാപിക്കുന്നു. എങ്ങനെ? ഞാൻ
ദൈവത്തിന്റെ സ്ഥാനത്താണോ? ഞാൻ നീതിയുടെ സ്ഥാനത്താണോ? ഞാൻ നിങ്ങളെ ആരെയും വിധിക്കുന്നില്ല. നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു, പക്ഷെ ദൈവം എന്ത് ചെയ്തു? സകല ജാതിക്കും നന്മയാകാൻ അതിനെ പ്രവർത്തനം ചെയ്തു. അപ്പോൾ ജോസഫ് ഒരു സംഘർഷത്തെ വ്യാഖ്യാനിച്ചത് എങ്ങനെയാന്ന് നോക്കിക്കേ. സംഘർഷത്തെ നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു, പക്ഷെ ദൈവം എന്ത് ചെയ്തു? അത് സകല ജാതികൾക്കും നന്മയാകാൻ അത് ഒരു പ്രയോജനമാക്കി മാറ്റി. അപ്പോൾ അതാണ് രണ്ടാമതായിട്ട് ഞാൻ പറയുന്നത്. രണ്ട്, ജീവിതത്തിൽ ദൈവം നമ്മെ പല അനുഭവങ്ങളുടെ നടുവിൽ കൂടെ പോകും. അതാണ് ജീവിതം. ഡോണ്ട് എക്സ്പെക്ട് ലൈഫ് ടു ബി വെരി സേഫ് ആൻഡ് സെക്യൂർ. വെരി സേഫ് ആൻഡ് സെക്യൂർ. ഈയിടെ ഞാൻ ഏതോ ഒരു സെഷനിൽ ഇരുന്ന സമയത്ത് ഒരു കുട്ടിയോട് സംസാരിക്കുന്ന സമയത്ത് ആ കുട്ടി ഈ പരീക്ഷ അവൾക്ക് സഹായം തേടി വന്നപ്പോൾ അവൾക്ക് വന്ന ഒരു പ്രശ്നമാണ്, പരീക്ഷ വരുമ്പോൾ ഭയങ്കര പേടിയാ. നല്ലതായിട്ട് പഠിക്കും, പക്ഷെ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുന്നില്ല. അപ്പോൾ സംസാരിച്ചപ്പോഴാണ് ആ കുട്ടി പറഞ്ഞ, ഭയങ്കര പേടിയാ, ഞാൻ മറക്കും, ഞാൻ പഠിച്ചതൊന്നും ഓർത്തു വരത്തില്ല എന്ന് പറഞ്ഞപ്പോൾ പരീക്ഷയ്ക്ക് പോകുന്നത് തന്നെ ഒരു ഭയത്തിലാണ് പോകുന്നത്. ഞാൻ പറഞ്ഞ, ഒരു കാര്യം ചെയ്യ്, പരീക്ഷ എഴുതണ്ട, പരീക്ഷ എഴുതാതെ നമുക്കിനി പരീക്ഷ എഴുതാതെ പഠിത്തമൊക്കെ നിർത്താം. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, അച്ഛാ അങ്ങനെ പറ്റുമോ? പരീക്ഷ എഴുതിയേ തീരുമല്ലോ. ഞാൻ പറഞ്ഞു, പരീക്ഷ എഴുതിയേ തീരുമെങ്കിൽ ഈ പരീക്ഷ ഫേസ് ചെയ്യുവാൻ ആണ് നിങ്ങളെ തയ്യാറെടുത്തിരിക്കുന്നത്. ഒരു വർഷം നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്നത് അവസാനം നിങ്ങൾ പരീക്ഷ എഴുതണം എന്നുള്ളൊരു കാഴ്ചപ്പാടില്ല, അല്ല പരീക്ഷ എഴുതാതിരിക്കാനല്ല. അപ്പോൾ ആ കുട്ടിയോട് ഞാൻ പറഞ്ഞൊരു ഉദാഹരണം ഇതാണ്. ഈ ഷിപ്പ്, വലിയ ഷിപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ഈ ഷിപ്പ് ഉണ്ടാക്കുന്നത് ഹാർബറിൽ കിടക്കാനല്ല. ഒരു ഷിപ്പും ഉണ്ടാക്കിയിരിക്കുന്നത് കൊച്ചിൻ ഹാർബറിലോ വിഴിഞ്ഞം പോർട്ടിലോ വിശാഖപട്ടണം പോർട്ടിലോ ചെന്നൈ പോർട്ടിലോ അവിടെ നങ്കൂരമിട്ട് കിടക്കാനല്ല ഒരു ഷിപ്പ് പണിയുന്നത്. ഷിപ്പ് പണിയുന്നത് എന്തിനാണ്? കടലിൽ പോകാനാ. അപ്പോൾ കടലിൽ പോകുമ്പോൾ ഷിപ്പിനറിയാം തിരമാലകൾ വരും, കൊടുങ്കാറ്റുണ്ടാകും, പക്ഷെ അതിനെല്ലാം വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ ഷിപ്പിനെ കൊണ്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ആരും ഷിപ്പിൽ കയറി പോകുന്നില്ലെന്നില്ല, എല്ലാവരും പോകുന്നുണ്ട്. So the rightful place of the ship is not in the harbor, but in the middle of the high seas എന്നാ പറയുന്നത്. ഹൈ സീസ്. അതുകൊണ്ട് ലൈഫിൽ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ജീവിതത്തിൽ വ്യത്യസ്തമായ അനുഭവങ്ങൾ ദൈവം നമുക്ക് തരും. ആ വ്യത്യസ്തമായ അനുഭവങ്ങളിൽ കൂടെ ചില പാഠങ്ങൾ പഠിച്ച് ജ്ഞാനിയായി പക്വതയോടെ മുന്നോട്ട് പോകുവാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അപ്പോൾ ഞാൻ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. നമ്മുടെ ഒരു ഇന്റേണൽ ബിലീഫ് സിസ്റ്റമാണ് ക്രൈസിസിനെ നമുക്ക് പ്രത്യാശയോടെ നേരിടാൻ സാധിക്കുന്നത്. നമ്മുടെ ഇന്റേണൽ ബിലീഫ് സിസ്റ്റം. ഒന്നാമത്തെ ബിലീഫ് സിസ്റ്റം ഞാൻ പറഞ്ഞു, ഏതെല്ലാം അനുഭവത്തിൽ കൂടെ പോയാലും ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. ദൈവം ഈസ് ഇൻ കൺട്രോൾ ഓഫ് ഹിസ്റ്ററി ആൻഡ് ദ വേൾഡ്. രണ്ട്, ഞാൻ പറഞ്ഞു ലൈഫ് ഒരു പ്രോസസ്സാണ്. ആ ലൈഫ് ഒരു പ്രോസസ്സിൽ പല അനുഭവങ്ങളിൽ കൂടെ ഞാൻ കടന്നു പോകും. ആ ഓരോ അനുഭവങ്ങളിൽ കൂടെ ചില പാഠങ്ങൾ പഠിച്ച് ഞാൻ ജ്ഞാനിയായി ജീവിതത്തെ കുറച്ചുകൂടെ പക്വതയോടെ നേരിടുവാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അതാണ് രണ്ടാമത്തെ. മൂന്നാമത്തെ എന്ന് പറയുന്നത്, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഒരു സംഘർഷം വരുമ്പോൾ നമ്മൾ പലപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് ആ പെയിനിലാണ്, വേദനയിലാണ്. എന്നാൽ സംഘർഷം വരുമ്പോൾ ഡോണ്ട് ഫോക്കസ് ഓൺ ദ പെയിൻ, ഫോക്കസ് ഓൺ ദ പവർ ഓഫ് ഗോഡ്. വളരെ സിമ്പിളാ. ഡോണ്ട് ഫോക്കസ് ഓൺ ദ പെയിൻ, ഫോക്കസ് ഓൺ ദ പവർ ഓഫ് ഗോഡ്. ഫോക്കസ് ഓൺ ദ പവർ ഓഫ് ഗോഡ്. ഇതൊരു ആറ്റിറ്റ്യൂഡിനൽ ഡിഫറൻസ് ആണ്. കൊച്ചുകുട്ടി പിതാവിന്റെ കൂടെ നടക്കുന്ന സമയത്ത് ഒരിക്കൽ പോലും പേടിയില്ല, ഞാൻ തന്നെയാ, കാരണം എൻ്റെ പപ്പ എൻ്റെ കൈ പിടിച്ചിട്ടുണ്ട്. ഇതാണ് ഒരു വിശ്വാസിയും സ്വർഗസ്ഥനായ പിതാവ് തമ്മിലുള്ള ബന്ധം. സ്വർഗസ്ഥനായ പിതാവ് എവിടെ പോയാലും ശരിക്കും പറഞ്ഞാൽ എൻ്റെ പിതാവ് എന്നെ കരുതുവാൻ, എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ ശക്തനാണ്. അത് ഓർക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ജീവിതത്തിൽ ഞാൻ പറയും, ഒരു സംഘർഷം ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ഫോക്കസ് പെയിനിലല്ല ആയിരിക്കണം,
The focus should be on the power of God. Focus should be on the power of God. അത് പഴയ നിയമത്തിലൊക്കെ നല്ല പാഠങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം, ദാനിയേലിന്റെ അനുഭവങ്ങൾ തന്നെ എന്തെല്ലാം സംഘർഷങ്ങൾ ദാനിയേലിന് ഫേസ് ചെയ്തു വന്നു. പക്ഷെ ആ സംഘർഷങ്ങളുടെ നടുവിൽ സംഘർഷത്തെ അല്ല ഈ ദാനിയേൽ ഓർക്കുന്നത്, സംഘർഷത്തെ കുറിച്ചല്ല ദാനിയേൽ. സംഘർഷത്തെക്കാൾ ദാനിയേൽ ഓർക്കുന്നത്, ഞാൻ ഒരു ജീവനുള്ള ദൈവത്തെ ഞാൻ സേവിക്കുന്നു. ഈ ജീവനുള്ള ദൈവത്തിന് എൻ്റെ ജീവിതത്തെ കുറിച്ച് ചില ഉദ്ദേശങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഈ രാജാവിനോട് പറയുന്നത്, ഈ തീയിൽ നിന്ന് ഞാൻ സേവിക്കുന്ന ദൈവം എന്നെ വിടുവിക്കും. എന്നാൽ വിടുവിച്ചില്ലെങ്കിൽ പോലും ഞാൻ നിന്നെ ഒരിക്കൽ പോലും ആരാധിക്കത്തില്ല, ഈ ബിംബത്തെ ആരാധിക്കത്തില്ല. അപ്പോൾ അവിടെ എന്ത് ശക്തമായിട്ടുള്ള ഒരു മറുപടിയാ പറയുന്നത്. സംഘർഷത്തെ നോക്കി പേടിക്കല്ല. അവിടെ ഒരു വലിയ ജീവൻ മരണം പോരാട്ടമാണ്, സംഘർഷമാണ്. എന്നാൽ ആ സംഘർഷത്തെ നോക്കി വിഷമിച്ച് വെരുണ്ടു പോകുന്ന ഒരു ദാനിയേലിനെ അല്ല കാണുന്നത്. എന്നാലോ ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിക്കുന്ന ഒരു മനുഷ്യൻ. അതുകൊണ്ട് മൂന്നാമതായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, സംഘർഷമുണ്ടാകുമ്പോൾ ഡോണ്ട് ഫോക്കസ് ഓൺ ദ പെയിൻ ദാറ്റ് യു ഫേസ് ഓർ ദാറ്റ് യു ഗോ ത്രൂ, ഫോക്കസ് ഓൺ ദ പവർ ഓഫ് ഗോഡ്. അതാണ് 3. ഒരു കാര്യം കൂടെ പറയണം. 4, ഈ പെയിൻ വരുമ്പോൾ അറിയാതെ നമ്മൾ വിചാരിക്കും, എന്തിനാ ദൈവം എനിക്ക് ഈ പെയിൻ തന്നത്? അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു, പല ലെസൺസ് വരുന്നു. എന്നാൽ ജീവിതത്തിൽ ഈ പെയിനിൽ കൂടെ, അല്ലെങ്കിൽ അവിടെ വരുന്നത് ഈ റോമാലേഖനം 5-ാം അധ്യായം 3-4 വാക്യങ്ങൾ ആസ്പദമാക്കിയിട്ടാണ് ഈ ആശയം എൻ്റെ മനസ്സിൽ വന്നത്. ഈ സഫറിങ് പ്രൊഡ്യൂസസ് എൻഡ്യൂറൻസ്, എൻഡ്യൂറൻസ് പ്രൊഡ്യൂസസ് ക്യാരക്ടർ, ക്യാരക്ടർ പ്രൊഡ്യൂസസ് ഹോപ്പ്. ഇപ്പൊ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, കഷ്ടത സഹിഷ്ണുത, സഹിഷ്ണ സിദ്ധത, സിദ്ധത പ്രത്യാശ ഉളവാക്കുന്നു. അപ്പോൾ അവിടെ എംഫസിസ് കൊടുക്കുന്നത്, കഷ്ടപ്പാടുണ്ടെങ്കിൽ മാത്രമേ നിന്റെ ക്യാരക്ടർ, നിന്റെ സ്വഭാവം രൂപീകരിക്കപ്പെടത്തുള്ളൂ. അപ്പോൾ അവിടെ ഒരു എംഫസിസ് എങ്ങനെയാണ്, ലൈഫിൽ എന്ത് സംഭവിച്ചാൽ പോലും എൻ്റെ ക്യാരക്ടർ ഫോർമേഷനാണ് ഞാൻ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇന്ന് ക്യാരക്ടർ ഫോർമേഷന് പ്രാധാന്യം കൊടുക്കുന്നേ ഇല്ല. ഒന്ന് നോക്കിക്കേ, ഒരു ചെറുപ്രായം മുതൽ റൈറ്റ്, ഇപ്പൊ നമ്മുടെ കേരള സമൂഹത്തിൽ കാണുന്ന അഴിമതിയും റൈറ്റ്, കേരളത്തിൽ കാണുന്ന അക്രമം എല്ലാം കൂടെ ഒന്ന് നോക്കിയാൽ, ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ, ഇതിന്റെ എല്ലാം ഉറവിടം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ കൊടുത്തിരിക്കുന്ന ചില പാഠങ്ങളുണ്ട്, മൂല്യങ്ങളുണ്ട്. കുട്ടികൾക്ക്, നേതാക്കന്മാർക്ക് നമുക്ക് തരുന്ന പാഠങ്ങൾ, അവിടെയെല്ലാം ക്യാരക്ടർ അല്ല, പണം, പ്രോസ്പെരിറ്റി, ഇതിനെയാണ് എംഫസിസ് ചെയ്യുന്നത്. അപ്പോൾ വേദനയില്ലാത്ത ഒരു ജീവിതം, പ്രയാസമില്ലാത്ത ജീവിതം, ലാവിഷായിട്ടുള്ള ജീവിതം. ഇപ്പൊ ലാവിഷായിട്ടുള്ള ജീവിതം കിട്ടാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും. എന്നാൽ വളരെ ചുരുക്കം ആളുകളാണ് ക്യാരക്ടർ ഫോർമേഷന് വേണ്ടി പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് 4 നിങ്ങൾ എപ്പോഴും ഓർക്കണം, ഇന്റേണൽ ആയിട്ട് എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം സംഘർഷങ്ങൾ പോയാൽ അതിൽ കൂടെ എൻ്റെ സ്വഭാവ രൂപീകരണം ദൈവം ആഗ്രഹിക്കുന്നു. അപ്പോൾ ഞാൻ 4 കാര്യങ്ങൾ പറഞ്ഞു. ഒരു സംഘർഷം ഉണ്ടാകുമ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ചിലര് അപകർഷ ബോധത്തോടെ പ്രതികരിക്കുന്നു, ചിലര് നിസ്സംഗതയോടെ പ്രതികരിക്കുന്നു, ചിലർ നിരാശയോടെ പ്രതികരിക്കുന്നു, ചിലർ പ്രത്യാശയോടെ പ്രതികരിക്കുന്നു. അത് ഇംഗ്ലീഷിൽ സം പീപ്പിൾ ഡീൽ ക്രൈസിസ് വിത്ത് സിനിസിസം, സം ഡീൽ ക്രൈസിസ് വിത്ത് ആപ്പത്തി, സം ഡീൽ ക്രൈസിസ് വിത്ത് ഹോപ്പ്ലെസ്നെസ്, ബട്ട് സം ഡീൽ ക്രൈസിസ് വിത്ത് ഹോപ്പ്. അപ്പോൾ ആ പ്രത്യാശയോടെ ഡീൽ ചെയ്യണമെങ്കിൽ നമുക്ക് ഇന്റേണൽ സിസ്റ്റം ഉണ്ട്, എക്സ്റ്റേണൽ സിസ്റ്റം ഉണ്ട്. ഇന്റേണൽ സിസ്റ്റമാണ് നമ്മുടെ വിശ്വാസ സംഹിതകൾ, ഫെയ്ത്ത് അഫർമേഷൻ. ഈ ഫെയ്ത്ത് അഫർമേഷൻ നമ്മുടെ ജീവിത അനുഭവങ്ങളെ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിക്കുന്നു. വേദപുസ്തക അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിക്കുമ്പോൾ എനിക്ക് ചില വിശ്വാസ സംഹിതകൾ ലഭിക്കുന്നു. ആ 4 വിശ്വാസ സംഹിതകളാണ് ഞാൻ പറഞ്ഞത്. അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കട്ടെ. ഒന്ന്, ഞാൻ പറഞ്ഞു, എൻ്റെ ചുറ്റുപാട് എന്തെല്ലാം സംഭവിച്ചാൽ പോലും എനിക്ക് ഉറപ്പുണ്ട് ദൈവമാണ് ഈ ചരിത്രത്തെ നിയന്ത്രിക്കുന്നത്.
എനിക്ക് ചില ചോദ്യത്തിന് ഉത്തരങ്ങൾ കിട്ടത്തില്ലെങ്കിൽ പോലും ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. അത് തീർച്ചയായിട്ടും ആ വിശ്വാസത്തിൽ പോകുക. രണ്ട്, ഞാൻ പറഞ്ഞു, ജീവിതം ഒരു പ്രോസസ്സാണ്. പല പാഠങ്ങൾ ഈ ജീവിതത്തിൽ പഠിക്കാനുണ്ട്. ആ പാഠങ്ങൾ പഠിക്കുന്നതിൽ കൂടെ പക്വതയോടെ, ജ്ഞാനത്തോടെ, മെച്യൂറായിട്ട് ജീവിതത്തെ നേരിടുവാൻ ദൈവം എന്നെ പഠിപ്പിക്കുന്നു. 3, ഞാൻ പറഞ്ഞു, സംഘർഷമുണ്ടാകുമ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത് പെയിനിലല്ല, ഒരു ആറ്റിറ്റ്യൂഡിനൽ ഡിഫറൻസ്, പെയിനിലല്ല, ദ പവർ ഓഫ് ഗോഡ്, ആ ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിക്കുവാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. 4, ഞാൻ പറഞ്ഞു, റൈറ്റ്, ഫോക്കസിങ് ഓൺ ദ ഫോർമേഷൻ ഓഫ് വൺസ് ക്യാരക്ടർ. സംഘർഷം ഉണ്ടാകുമ്പോൾ നമ്മുടെ ഒരു ക്യാരക്ടറിന്റെ രൂപീകരണം ഉണ്ടാകുന്നുണ്ട്. ആ ക്യാരക്ടറിന്റെ രൂപീകരണത്തിന് നമ്മളെ കൊണ്ട് സാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നതാണ്. ഇനിയും ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. 2, ഞാൻ പറഞ്ഞു, ഇന്റേണൽ, എക്സ്റ്റേണൽ. നമുക്ക് ക്രൈസിസിനെ എക്സ്റ്റേണൽ ആയിട്ടും ഡീൽ ചെയ്യാം. സി, അതിന്റെ ഒരു എക്സ്റ്റേണൽ ഡീലിംഗ് ഓഫ് ക്രൈസിസ് ആണ്. സി, ഇപ്പോൾ ചെങ്ങന്നൂരും തിരുവല്ലയിലും ഫ്ലഡിങ് ആയിട്ടില്ല. എന്നാൽ ആകും എന്ന് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഇന്നലെ ന്യൂസിൽ കണ്ടായിരിക്കും, കൊല്ലത്തൂന്ന് 10 ഫിഷിംഗ് ബോട്ടും ആളുകളും നമ്മുടെ ഏരിയയിൽ എത്തിയിട്ടുണ്ട്. തിരുവല്ല, റാന്നി, ചെങ്ങന്നൂർ ഭാഗത്ത് കൊല്ലത്തൂന്ന് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതെന്താ ചെയ്തത്? an എക്സ്റ്റേണൽ ആക്ട് ഓഫ് ഹെൽപ്പ് ആണ്. ക്രൈസിസ് വന്നപ്പോൾ എക്സ്റ്റേണൽ ആയിട്ട് ഞാൻ ആ ക്രൈസിസിനെ ഫേസ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഭാഗത്തും ഒരു എക്സ്റ്റേണൽ ആയിട്ട് ക്രൈസിസിനെ ഫേസ് ചെയ്യാനുള്ള റിസോഴ്സസ് നമുക്കുണ്ടായിരിക്കണം. ആ റിസോഴ്സസ് ആണ് ഞാൻ പറയും കമ്മ്യൂണിയൻ ആൻഡ് കമ്മ്യൂണിറ്റി. 2 വാക്കാണ്. കമ്മ്യൂണിയൻ, എന്താണ് കമ്മ്യൂണിയൻ? കമ്മ്യൂണിയൻ പറഞ്ഞാൽ സമൂഹത്തിൽ എന്ത് നടക്കുന്നു എന്നതിനെ കുറിച്ച് ഐ ഷുഡ് ബി ട്യൂൺഡ്. FM റേഡിയോ ട്യൂൺ ചെയ്യുന്ന പോലെ തന്നെ ഐ ഷുഡ് ബി അവെയർ ഓഫ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ മൈ സൊസൈറ്റി. ഐ ഷുഡ് ബി ഹാപ്പനിങ്. അപ്പോൾ ഒരു ട്യൂൺ. പലരും ഈ ട്യൂൺ അല്ല, അവർക്ക് ഈ ലോകത്ത് എന്താ സംഭവിക്കുന്നതെന്നൊന്നും ദേ ആർ നോട്ട് ബോധേഡ് അല്ലാത്തതുകൊണ്ടല്ല, അവർ ട്യൂൺഡ് അല്ല. അവരുടെ ഒരു ട്യൂണിങ് എന്ന് പറയുന്നത്, ഇപ്പോൾ പല പിള്ളേരെ സംബന്ധിച്ചോളം അവരോട് ചോദിക്കുന്നു, ഇന്ന് നമ്മുടെ ന്യൂസ് പേപ്പറിലെ പ്രധാന ഐറ്റം എന്താണ് ചോദിച്ചാൽ മിക്ക ചെറുപ്പക്കാർക്കും അറിയത്തില്ല. എന്നാൽ IPL ഉണ്ടെങ്കിൽ IPL-ൽ പറയുന്ന പോലെ ഇന്ന ടീം രാജസ്ഥാൻ റോയൽസിന് എത്ര സ്കോർ കിട്ടിയെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഉടനെ പേര് പറയും, അല്ലെങ്കിൽ സ്കോർ പറയും. കാരണം അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ മാത്രം കേന്ദ്രീകരിച്ച് ജീവിക്കുന്ന ആളുകൾ. എന്നാൽ ക്രൈസിസ് വരുമ്പോൾ നമ്മളെ പഠിപ്പിക്കുന്നത് ബി ഇൻ കമ്മ്യൂണിയൻ വിത്ത് വാട്ട് ഈസ് ഹാപ്പനിങ് ഔട്ട്സൈഡ്. അങ്ങനെ വരുമ്പോൾ കമ്മ്യൂണിറ്റിയുടെ വേദന നമ്മുടെ വേദനയായി മാറുന്നു. അവിടെയാണ് നമുക്ക് ചില കാര്യങ്ങൾ യുവജന സഖ്യമായിട്ട് ചെയ്യാൻ പറ്റുന്നത്, ചില പ്രതിരോധ പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെയാണ് നമ്മൾ ഒരു സമൂഹത്തിൽ സാക്ഷികളായി തീരുന്നത്, ഉപ്പും വെളിച്ചമായി തീരുന്നത്. എപ്പോഴാണ്? when we are in communion at what is happening in the society. And അങ്ങനെ കമ്മ്യൂണിയൻ ആകുന്ന സമയത്ത് കമ്മ്യൂണിറ്റിയുടെ നീഡ്സിനെ നമ്മൾ നമ്മുടെ നീഡ്സ് ആയിട്ട് നമ്മൾ അത് ചെയ്യും. ഞങ്ങൾ അച്ഛനോട് ഞാൻ പറയാറ്, ഞങ്ങൾക്ക് എന്നും അച്ഛൻ, ഇപ്പൊ എൻ്റെ ഇടവക ഞാൻ പറഞ്ഞു, ഞാൻ ജനിച്ചു വളർന്നത്, എൻ്റെ ആരാധന ജീവിതവും എൻ്റെ യൗവന ജീവിതവും എല്ലാം ഈ സാന്റക്രൂസ് എന്ന് പറഞ്ഞ ഒരു പള്ളിയിലാണ് ജീവിച്ചത്. അപ്പൊ എനിക്ക് വളരെ അഭേദ്യമായ ബന്ധമുണ്ട്. അവരുടെ ഒരു ഗ്രൂപ്പ് ഇപ്പോഴും ഉണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാ ആഴ്ചയും 11 മണിക്ക്, എല്ലാ ഞായറാഴ്ചയും കഴിഞ്ഞ 4 മാസമായിട്ട് 11 മണിക്ക് ഞങ്ങൾ ഒരു കൂട്ടായ്മ കൂടാറുണ്ട്. ഞായറാഴ്ച അവരവരുടെ പള്ളി ആരാധന എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാ ഞായറാഴ്ചയും കൂട്ടായ്മ കൂടാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച കൂട്ടായ്മ കൂടിയ സമയത്ത് നിങ്ങളുടെ വികാരി അച്ഛൻ അറിയാം, ഞങ്ങളുടെ പള്ളിക്ക് മലാഡ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഒരു സ്ലമ്മില് ഒരു സ്കൂളുണ്ട്. അത് പണ്ട് എൻ്റെ ഫാദറൊക്കെ ഉള്ള സമയത്ത് സ്ഥാപിച്ച ഒരു സ്കൂളാണ്. അപ്പോൾ ഈ ആരാധന കഴിഞ്ഞപ്പോൾ ആ സ്കൂളിൽ പ്രവർത്തിക്കുന്ന ഒരു സാറ് പറഞ്ഞു, സാറേ, ഇതൊരു മുനിസിപ്പൽ സ്കൂളാണ്, ഗവൺമെന്റ് സ്കൂളല്ല, മുനിസിപ്പൽ സ്കൂളല്ല, എയ്ഡൊന്നും കിട്ടത്തില്ല. അപ്പോൾ എന്തെങ്കിലും സഹായം കിട്ടിയാൽ വളരെ നല്ലതായിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഞാൻ ഒരുമിച്ച് വളർന്ന ഞങ്ങളൊരു 30-40 ഫാമിലീസ് ഉണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ആരാധന കഴിഞ്ഞിരുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ
എൻ്റെ ഭാര്യ എനിക്ക് തന്ന ഒരു നല്ല ചിന്തയാണ്, നിങ്ങളും ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പൊ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞതാണ്, അച്ഛാ മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ ഈ 5 മാസം നമ്മൾ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകേണ്ടിയവരാ, അല്ലെങ്കിൽ ഞങ്ങൾ പോകേണ്ടിയവരാ, ഞങ്ങൾ പോകുന്നവരാ, അച്ഛന്മാരായതുകൊണ്ട് മാത്രമല്ല, അല്ലെങ്കിൽ തന്നെ എനിക്കൊരു ഇടവക ഇല്ലെങ്കിൽ പോലും ഒരു ഇടവകയിൽ ഞാൻ പോകും. ഈ 5 ഞായറാഴ്ച നമ്മൾ സ്തോത്ര കാഴ്ച ഇടേണ്ടിയവരാ. എന്നാൽ കഴിഞ്ഞ 5 മാസം നമ്മൾ ഒരു പള്ളിയിലും പോയില്ല. 5 ഞായറാഴ്ചത്തെ സ്തോത്ര കാഴ്ച ഇല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ശരിയാ, അങ്ങനെയാണെങ്കിൽ ഈ 5 ഞായറാഴ്ചത്തെ സ്തോത്ര കാഴ്ച മാറ്റി വെക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി അതൊരു നല്ലൊരു ഐഡിയ ആണ്. അപ്പോൾ ഞാൻ എൻ്റെ ഗ്രൂപ്പിനോട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, കഴിഞ്ഞ 5 ഞായറാഴ്ച നമുക്ക് കൂടാൻ പറ്റിയിട്ടില്ല, എന്നാൽ നിങ്ങൾ ഓരോരുത്തരും, എൻ്റെ വൈഫ് പറഞ്ഞ പോലെ തന്നെ, ഓരോ ഞായറാഴ്ച എത്ര രൂപ നിങ്ങൾ സ്തോത്ര കാഴ്ചയ്ക്ക് ഇടും എന്ന് മനസ്സിൽ കണക്ക് കൂട്ടി ഒരു മാസം എത്ര സ്തോത്ര കാഴ്ച ഇടും അത് ഇൻറ്റു 5 മന്ത്സ് കൂട്ടിയിട്ട് നമുക്ക് കൺവീനറിന് കൊടുക്കാം. ഇപ്പൊ കൺവീനറിന് വലിയ സന്തോഷമായി, ആ ഒരു നല്ലൊരു ആശയം വന്നു. ഇന്ന് ഞങ്ങൾ ആരാധന കൂടി കഴിഞ്ഞു. ഇത് കഴിഞ്ഞ ആഴ്ചയാണ് ഞങ്ങൾ പരസ്യം ഇത് പറഞ്ഞത്. നിങ്ങൾ വിശ്വസിക്കത്തില്ല, ഇന്ന് ഞങ്ങളുടെ കൂട്ടായ്മ കൂടി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് ആ സ്കൂളിന് വേണ്ടി 30 യൗവനക്കാർ അല്ലെങ്കിൽ 30 ഫാമിലീസ് കോൺട്രിബ്യൂട്ട് ചെയ്തത് 1,25,000 രൂപ ഒരാഴ്ച. സ്തോത്ര കാഴ്ച കേട്ടോ, ഇത് കോൺട്രിബ്യൂഷൻ അല്ല, സ്തോത്ര കാഴ്ച. ഞാൻ പറഞ്ഞത്, ഒരു സമൂഹത്തിൽ ഒരു സ്കൂളിന്റെ ആവശ്യം പറഞ്ഞപ്പോൾ എല്ലാവരും തന്നെ അവര് കമ്മ്യൂണിയനായി വ്യാഖ്യാനിച്ചു. ഓക്കെ, എൻ്റെ സമൂഹത്തിൽ ഈ ഒരു ആവശ്യമുണ്ട്, നമുക്ക് അതിനോട് പ്രതികരിക്കാനുണ്ട്. അതുകൊണ്ട് പ്രതികരിച്ചപ്പോൾ ഒരു നല്ല എമൗണ്ട് കിട്ടി. 2 ലാപ്ടോപ്പ്, കുറച്ച് മൊബൈൽ ഫോൺസ്, എല്ലാം കുട്ടികൾക്ക് വേണ്ടി. ഞാൻ പറഞ്ഞ പോലെ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്, എക്സ്റ്റേണൽ. അപ്പൊ ക്രൈസിസ് വരുമ്പോൾ നമ്മൾ ഒതുങ്ങിക്കൂടി ഒരു വീട്ടിലിരിക്കല്ല. എന്നാൽ നമ്മളെക്കാൾ ഗതികെട്ടവര്, നമ്മളെക്കാൾ ലെസ് ഫോർച്ചുനേറ്റ്സ്, അവർ വെളിയിലുണ്ട്. അവരുടെ ഒരു സങ്കടത്തിൽ എങ്ങനെ നമുക്ക് ക്രിയാത്മകമായിട്ട് പങ്കിടാൻ സാധിക്കും എന്ന് ചിന്തിക്കുന്നല്ല. അങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ വിശ്വാസം, നമുക്ക് പ്രതിസന്ധികൾ വന്നാൽ പോലും പ്രത്യാശയോടെ ജീവിക്കുവാൻ നമ്മളെ കൊണ്ട് സാധിക്കും. അപ്പോൾ 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഒരിക്കൽ പോലും പ്രതിസന്ധികൾ വരുമ്പോൾ അപകർഷബോധത്തോടെയോ നിസ്സംഗതയോടെയോ നിരാശയോടോ അതിനെ ഫേസ് ചെയ്യാതെ പ്രത്യാശയോടെ ഫേസ് ചെയ്യുക. എങ്ങനെയാണ് പ്രത്യാശയോടെ ഫേസ് ചെയ്യാൻ പറ്റുന്നത്? എൻ്റെ ഇന്റേണൽ ഫെയ്ത്ത് കൺവിക്ഷൻസ് കൂടെ, ഇന്റേണൽ ആന്തരികമായിട്ടുള്ള വിശ്വാസ പ്രഖ്യാപനങ്ങൾ, സംഹിതകൾ കൂടെ. അത് 4 എണ്ണം ഞാൻ നിങ്ങളോട് പറഞ്ഞു. 2 എക്സ്റ്റേണൽ, എല്ലാം ഇന്റേണൽ തന്നെയല്ല, എക്സ്റ്റേണൽ. ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ എങ്ങനെ എനിക്ക് വേറൊരാളെ പോലും സഹായിക്കാം, ഈ സമൂഹത്തിൽ എന്താ നടക്കുന്ന അതിനെക്കുറിച്ച് ഒന്ന് കമ്മ്യൂണിയനായി തീർന്ന് ട്യൂൺ ചെയ്തിട്ട് ആ നീഡിനെ മനസ്സിലാക്കി ആ കമ്മ്യൂണിറ്റിയെ സഹായിക്കുവാൻ നമ്മളെ കൊണ്ട് സാധിച്ചാൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ കുറേ നല്ല പാഠങ്ങൾ കിട്ടും. ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ചില പ്രത്യാശകൾ കിട്ടും. ജീവിതത്തിൽ മുന്നോട്ട് അനേകർക്ക് ഒരു പ്രത്യാശ നൽകാൻ നമ്മളെ കൊണ്ട് സാധിക്കും. അതിന് ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് ലഭിച്ച ഈ നല്ല അവസരത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം കരയറ്റുന്നു. ഡാനിയൽ തോമസ് അച്ഛനോടും തിട്ടമേൽ ട്രിനിറ്റി യുവജന സഖ്യ അംഗങ്ങളോടും എല്ലാവരോടും നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. നന്ദി. താങ്ക് യു. താങ്ക് യു ജോയച്ചൻ. വളരെ അർത്ഥസമ്പുഷ്ടമായ ഒരു ടോക്കായിരുന്നു കഴിഞ്ഞ അരമണിക്കൂർ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. എപ്രകാരം ഈ പ്രതിസന്ധികളെയൊക്കെ നമുക്ക് പ്രത്യാശയോടെ തരണം ചെയ്യുവാനായിട്ട് സാധിക്കുമെന്ന് അച്ഛൻ പല അനുഭവങ്ങളിലൂടെയൊക്കെ നമ്മളോട് പങ്കുവെക്കുകയുണ്ടായി.